ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാൻഡഡാൻ എന്ന ആനിമി സീരീസിന്റെ സീസൺ 2 എപ്പിസോഡ് 8 ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആ മ്യൂസീഷ്യൻസ് അവരോട് ആരാണ് മ്യൂസിക് പ്ലേ ചെയ്തതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഐറ ഞങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് ടെർബോ ഗ്രാനി വന്ന് ഇവർ രണ്ടുപേരുമാണെന്ന് പറയുന്നു. ഇത് കേട്ടതും മ്യൂസീഷ്യൻസ് അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഒക്കാറുനും ഐറയും ട്രാൻസ്ഫോം ആകുന്നു. മ്യൂസീഷ്യൻസ് മ്യൂസിക് നോട്ട്സ് കൊണ്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അത് അവരെ ടച്ച് ചെയ്താൽ ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കും. ടെർബോ ഗ്രാനി അവരോട് റെസ്റ്റ് സിംബലിലുള്ള മ്യൂസിക് നോട്ട്സ് സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അവർ നിൽക്കുന്ന സ്ഥലം ഒരു വയലായി മാറുന്നു. മ്യൂസീഷ്യൻസ് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഐറ അവരുടെ അറ്റാക്കിൽ നിന്ന് ഈസിയായി ഒഴിഞ്ഞു മാറുന്നുണ്ട്. ബട്ട് ഒക്കാറുന് അത്ര ഈസിയല്ല. ഐറ തന്റെ ഹെയർ ഉപയോഗിച്ച് മ്യൂസീഷ്യൻസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ബട്ട് അവർ എയറിൽ നിൽക്കുന്നത് കൊണ്ട് അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഇവിടെ ഒരു റെസ്റ്റ് സിംബൽ ഒക്കാറുന്റെ ദേഹത്ത് ഏൽക്കുന്നു. ഇത് കാരണം ഒക്കാറുൻ പാരലൈസ്ഡ് ആകുന്നു. ഇത് കണ്ട് ടെർബോ ഗ്രാനി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ റെസ്റ്റ് സിംബൽ സൂക്ഷിക്കണമെന്ന്. അപ്പോൾ ഒരു സിംബൽ ടെർബോ ഗ്രാനിയെയും അറ്റാക്ക് ചെയ്യുന്നു. ഇത് കാരണം ടെർബോ ഗ്രാനിയും പാരലൈസ്ഡ് ആകുന്നു. ദെൻ അവരെ ധാരാളം നോട്ട്സ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഒക്കാറും പറയുന്നു ഞാൻ എത്ര വീക്കാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് കേട്ട് ടെർബോ ഗ്രാനി നീ റിതം അനുസരിച്ച് നിന്റെ ബോഡി മൂവ് ചെയ്യ്. നിനക്ക് ഈ മ്യൂസീഷ്യൻസിന്റെ മ്യൂസിക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ആലോചിക്ക്. ഐറ തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ അവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐറക്ക് അധിക നേരം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. ഒക്കാറും പറയുന്നു ഞാൻ മ്യൂസിക് ഒന്നും കേൾക്കാറില്ല. അപ്പോൾ ഒക്കാറുന്റെ മനസ്സിൽ ഹയാഷി ഗ്രൂപ്പിന്റെ മ്യൂസിക് ഓർമ്മ വരുന്നു. ഇവിടെ ഐറ ആ മ്യൂസിക് നോട്ട്സിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ അവളുടെ കാല് മണ്ണിനടിയിൽ പെട്ടുപോകുന്നു. ഇത് കണ്ട് ആ മ്യൂസീഷ്യൻസ് ഐറക്ക് നേരെ ഒരു പവർഫുൾ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ പെട്ടെന്ന് ഒക്കാറൂൺ വന്ന് അവളെ രക്ഷിക്കുന്നു. ഒക്കാറൂൺ ഹയാഷി സോങ് ആലോചിച്ചാണ് ഓടുന്നത്. ആൻഡ് ഒക്കാറൂൺ എല്ലാ നോട്ട്സിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഐറ തന്റെ ഹെയർ ഉപയോഗിച്ച് ഒരു മ്യൂസീഷ്യനെ പിടിച്ച് താഴെ ഇടുന്നു. എന്നിട്ട് അവന്റെ തലക്ക് ഒരു കിക്ക് കൊടുക്കുന്നു. ഇത് കാരണം ആ മ്യൂസീഷ്യൻ ഒരു പിക്ചറായി മാറുന്നു. ദെൻ അവർ വേറൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നു. ഇത് കാരണം ആ സ്ഥലം ഒരു ഓഡിറ്റോറിയമായി മാറുന്നു. അപ്പൊ 4 വലിയ പ്രേതങ്ങൾ അവിടെ വരുന്നു. അവരുടെ വായിൽ നിന്ന് കുറെ ആളുകൾ വെളിയിൽ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നവരെ ഐറയും ഒക്കാറുനും എങ്ങനെയൊക്കെ പിടിച്ചു നിർത്തുന്നു. അപ്പോൾ ടെർബോ ഗ്രാനി പറയുന്നുണ്ട് ഇവർ വെറും ഇല്യൂഷൻസ് ആണ്, നിങ്ങൾ ആ മ്യൂസീഷ്യൻസിനെ അറ്റാക്ക് ചെയ്യ്. മ്യൂസീഷ്യൻസ് ഇപ്പോ സ്റ്റേജിലാണ് ഉള്ളത്. ഇവിടെ ആ ഇല്യൂഷൻസ് അവരുടെ ചുറ്റും നിൽക്കുന്നു. ഐറ ഒക്കാറുന്റെ കൈ പിടിക്കുന്നു. എന്നിട്ട് തന്റെ മുടി ആ വലിയ മ്യൂസീഷ്യൻസിന്റെ തലയിൽ കെട്ടി ആ ക്രൗഡിൽ നിന്ന് വെളിയിൽ വരുന്നു. ഇത് കണ്ട് മറ്റു 2 മ്യൂസീഷ്യൻസ് അവനെ അറ്റാക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു. അപ്പൊ ഐറ ഒക്കാറുനെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി അവനോട് പറയുന്നു അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ ആ മ്യൂസീഷ്യൻസിനെ അറ്റാക്ക് ചെയ്യ് എന്ന് ഐറ പറയുമ്പോൾ പുറകിൽ നിന്ന് വലിയ മ്യൂസീഷ്യൻസ് അവളെ അറ്റാക്ക് ചെയ്യുന്നു. ബട്ട് ഐറ പെട്ടെന്ന് തന്നെ അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അതിലൊരു മ്യൂസീഷ്യന്റെ കണ്ണ് ഐറ തന്റെ മുടി ഉപയോഗിച്ച് മറക്കുന്നു. ഒക്കാറുന്റെ നേരെ മ്യൂസിക് നോട്ട്സ് അറ്റാക്ക് ചെയ്യുന്നു. ബട്ട് ഒക്കാറുൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി മുന്നോട്ടേക്ക് പോകുന്നു. ഇവിടെ ഐറ അവരെ കൊണ്ട് തന്നെ അവരെ അറ്റാക്ക് ചെയ്യിക്കുന്നു. എന്നിട്ട് ഒരു മ്യൂസീഷ്യന്റെ മുഖത്ത് ഒരു പവർഫുൾ കിക്ക് ചെയ്യുന്നു. ഒക്കാറുന്റെ നേരെ കുറെ ഇല്യൂഷൻസ് വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒക്കാറുൻ തന്റെ ഫുൾ ത്രോട്ടൽ ഉപയോഗിച്ച് അവിടെ നിന്ന് വേഗത്തിൽ പോകുന്നു. അപ്പോൾ ടെർബോ ഗ്രാനി പറയുന്നുണ്ട് നീ എല്ലാ മ്യൂസീഷ്യൻസിനെയും സിംഗിൾ അറ്റാക്കിൽ തീർക്കണം. എനിക്കൊരു റിതമിൽ 5 ആക്ഷൻ വരെ ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് ഇത് ഈസി ആയിരിക്കും. ഇത് മനസ്സിലാക്കി ഒക്കാറുൻ ഒരു സിംഗിൾ അറ്റാക്കിൽ എല്ലാ മ്യൂസീഷ്യൻസിനെയും ഇല്ലാതെയാക്കുന്നു. ഇത് കാരണം പഴയതുപോലെ അവർ ഫോർട്ടായി മാറുന്നു. മ്യൂസീഷ്യൻസ് ഇല്ലാതായതിനെ തുടർന്ന് എല്ലാം നോർമലാകുന്നു. ഒക്കാറുൻ ഐറയോട് നന്ദി പറയുന്നു. ഇത് കേട്ട് ഐറ എപ്പോഴും സംസാരിക്കുന്നത് പോലെ ക്യൂട്ടായി സംസാരിക്കേ എന്ന് സ്വയം പറയുന്നു. ബട്ട് അവൾക്ക് അങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ടെർബോ ഗ്രാനി നന്ദി എന്നോടാണ് പറയേണ്ടത്, ഞാനാണ് നിങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചത്. ഇത് കേട്ട് ഐറ ടെർബോ ഗ്രാനിയോട് ഫൈറ്റ് ചെയ്യുന്നു. ഒക്കാറുൻ ടെർബോ ഗ്രാനിയോട് നന്ദി പറയുന്നു, നിങ്ങൾ കാരണമാണ് എനിക്ക് റിതം മനസ്സിലായത്. ഇത് കേട്ട് ടെർബോ ഗ്രാനി ഇതുവരെ നീയൊന്നും കണ്ടിട്ടില്ല, എന്റെ പവർ ഇതിലും കൂടുതലാണ്. ഐറ ചോദിക്കുന്നു ആ ഗോസ്റ്റ് ഒക്കെ ആരായിരുന്നു? ഇത് കേട്ട് ടെർബോ ഗ്രാനി മ്യൂസിക് റൂമിലെ പോർട്രേറ്റ്സ് കണ്ട് കുറച്ച് ആളുകൾ പേടിക്കാറുണ്ട്. അവരുടെ പേടിയാണ് ഗോസ്റ്റിന് ജീവൻ നൽകിയത്. ആരെങ്കിലും രാത്രി 2 മണിക്ക് മോശമായി പിയാനോ പ്ലേ ചെയ്താൽ അവർ വെളിയിൽ വരും. അവർ നിങ്ങളെ കൊല്ലാൻ വരെ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അവരെ ഒന്നുകൂടി വിളിക്കാം. ഇത് കേട്ട് ഐറയും ഒക്കാറുനും അതിന് സമ്മതിക്കുന്നില്ല. ദെൻ ഐറ ചോദിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അറിഞ്ഞത്? സത്യം പറ, നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതല്ലേ? ഇത് കേട്ട് ടെർബോ ഗ്രാനി ചിരിച്ചുകൊണ്ട് പറയുന്നു ഞാൻ എപ്പോഴും നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഡിഫറെന്റ് മെത്തേഡ്സ് നോക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ച് ടെർബോ ഗ്രാനി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അറിയാതെ ടെർബോ ഗ്രാനി ഒരു കീ പ്രസ് ചെയ്യുന്നു. ഇത് കാരണം ആ മ്യൂസീഷ്യൻസ് വീണ്ടും വരുന്നു. ഇവിടെ മാഞ്ചിറോ ജിജിയോട് പറയുന്നു ഞങ്ങൾ ഹയാഷി ഗ്രൂപ്പിനെ തിരിച്ചു വിളിക്കാൻ പോവുകയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ഈ വിലയെ ഇല്ലാതെയാക്കണം, കാരണം ഏതെങ്കിലും സമയം ഈ വിലയി വെളിയിൽ വരും. അപ്പം നമുക്ക് അവനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഇത് കാരണം നമ്മുടെ കൂട്ടത്തിലെ ആരുടെങ്കിലും ജീവൻ നഷ്ടപ്പെടാൻ വരെ ചാൻസ് ഉണ്ട്. ജിജി ഇത് കേട്ട് ഒന്നും പറയാതെ അവിടെ ഇരിക്കുന്നു. ഇത് കണ്ട് മാഞ്ചിറോ മോമയും മുത്തശ്ശിയും മരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ വിലയുള്ളപ്പോൾ നിനക്ക് നിന്റെ പാരന്റ്സിന്റെ കൂടെ പോലും താമസിക്കാൻ സാധിക്കില്ല. നാളെ തന്നെ പൂജ സ്റ്റാർട്ട് ചെയ്ത് ഈ വിലയെ ഇല്ലാതെയാക്കും. ഞാൻ ഹയാഷി ഗ്രൂപ്പിനോട് നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. മാസ്റ്ററിന് പകരം എല്ലാ കാര്യങ്ങളും ഞാനായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് മാഞ്ചിറോ ജിജിയോട് പറയുന്നു. ഇത് കണ്ട് മോമോ മുത്തശ്ശിയെ നോക്കി നിങ്ങളെന്താ ഒന്നും പറയാത്തത്?
മുത്തശ്ശി നിങ്ങളല്ലേ പറഞ്ഞത് ഈ വിലയി നമ്മുടെ ഫാമിലിയാണെന്ന്. ബട്ട് മുത്തശ്ശി ഒന്നും പറയാതെ അവിടെ ഇരിക്കുന്നു. അപ്പൊ വെളിയിൽ ഒക്കാറുവിന്റെ സൗണ്ട് അവർ കേൾക്കുന്നു. അവരെ കണ്ട് മോമോ നിങ്ങൾ ഈ രാത്രിയിൽ എവിടെ പോയതാണ്? ഒക്കാറും പറയുന്നു ഞാൻ ഈ വിലയോട് ഫൈറ്റ് ചെയ്ത് അതിന് ഇല്ലാതെയാക്കും. ഇത് കേട്ട് മോമോ പെട്ടെന്ന് നിനക്കെന്ത് പറ്റി? ഇത് കേട്ട് ഒക്കാറൂൻ ഈ വിലയി മോമയെ അറ്റാക്ക് ചെയ്തപ്പോ എനിക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. നിങ്ങൾ ഈ വിലയെ ഇനി സപ്പോർട്ട് ചെയ്താൽ അങ്ങനെ തന്നെ വീണ്ടും സംഭവിക്കും എന്ന് പറഞ്ഞ് ഒക്കാറൂൻ ടർബോ ഗ്രേയായി മാറുന്നു. ഇത് കണ്ട് മാഞ്ചിറോ ഒക്കാറൂൻ കൂൾ ഡൗൺ, ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾ നാളെ ഈ വിലയെ ഇല്ലാതെയാക്കും. സോ നീ ഈ വിലയോട് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ മുത്തശ്ശി മാഞ്ചിറോയോട് പറയുന്നു അവൻ അത്ര കോൺഫിഡൻസിൽ പറയുന്നതല്ലേ, സോ അവൻ ഫൈറ്റ് ചെയ്യട്ടെ. അയറ ജീജിയുടെ ദേഹത്ത് തണുത്ത വെള്ളം ഒഴിക്കാൻ റെഡിയായി നിൽക്കുന്നു. ഒക്കാറൂൻ മോമയോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുന്നു. ജീജി പറയുന്നു എനിക്ക് ഒക്കാറൂനെ വിശ്വാസമുണ്ട്. അയറ തണുത്ത വെള്ളമെടുത്ത് അവന്റെ ദേഹത്ത് ഒഴിക്കുന്നു. പെട്ടെന്ന് തന്നെ ജീജി ഈ വിലയായി മാറുന്നു. ഇത് കണ്ട് ഒക്കാറൂൻ അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.